ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റിയുടെ മൊഡ്യൂൾ 3 ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്. നമ്മൾ ഈ സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റിയുടെ ഒരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കുക. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നിങ്ങളുടെ സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി. സോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് കവർ ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായി നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. എല്ലാ വീഡിയോയിലും നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയാറുണ്ട്. അപ്പോൾ സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തനാക്കുക, ഫുള്ളി ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റിയിൽ അടങ്ങുന്നത്. സോ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആർ ദ എബിലിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് എ പേഴ്സൺ സ്യൂട്ടബിൾ ഫോർ എംപ്ലോയ്മെൻറ്റ്. ഒരു വ്യക്തിയെ സ്യൂട്ടബിൾ ആക്കി മാറ്റുക, ഒരു ജോലിക്ക് വേണ്ട രീതിയിൽ ഒരാളെ പരുവപ്പെടുത്തുന്ന പ്രക്രിയയാണ് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത്. ദീസ് സ്കിൽസ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു ഗെയിൻ, മെയിൻറ്റെയിൻ ആൻഡ് പ്രോഗ്രസ് ഇൻ എ ജോബ്. ഒരു ജോബിൽ ഇൻഡിവിജ്വൽസിന് ഗെയിൻ ചെയ്യാനും ഒരുപാട് പ്രോഗ്രസ്, വളർച്ചകൾ നേടിയെടുക്കാനൊക്കെ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ സഹായിക്കും. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ സ്കില്ലുകളെന്ന് നോക്കാം. ആ സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടീം വർക്ക്, പ്രോബ്ലം സോൾവിങ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് പ്രൊഫഷണലിസം. സോ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, പ്രോപ്പറായിട്ട് ആ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാനുള്ളത്, അഡാപ്റ്റബിലിറ്റി, പ്രൊഫഷണലിസം. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എംപ്ലോയബിലിറ്റി സ്കിൽസുകളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം, ഒരു വ്യക്തിനെ ഹയർ ആക്കുമ്പോഴുള്ള ചാൻസസുകൾ അവിടെ ഒരുപാട് കൂട്ടാൻ സഹായിക്കും നല്ല സ്കില്ലുണ്ടെങ്കിൽ. വർക്ക് പ്ലേസിൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചലഞ്ചസ് അവിടെ കുറയ്ക്കുന്നുണ്ടായിരിക്കാം. ടീം വർക്കിനെ നന്നായി ഇമ്പ്രൂവ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സഹായിക്കും. ആൻഡ് ബിൽഡ് പോസിറ്റീവ് ആൻഡ് പ്രൊഫഷണൽ ഇമേജ്. പോസിറ്റീവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമേജസ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലായിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ്റെ സ്കില്ലുള്ള ഓർഗനൈസേഷൻസ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഏരിയാസിൽ ഇത്തരത്തിലുള്ള സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഷോർട്ടാക്കി പറയുന്നത് ഇത്തരത്തിലുള്ള പോയിന്റുകളാണ്. അടുത്തത് നമുക്ക് ഇങ്ങനെ സ്കിൽസ് കൂട്ടാൻ നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്ലവർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലവർ എക്സസൈസ് ടെക്നിക്ക് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് ഡെവലപ്പ് ചെയ്തത് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. ഐഡൻറ്റിഫൈ ഐഡിയൽ കരിയർ പാത്ത്, ഒരു വ്യക്തിയുടെ കരിയർ പാത്തുകൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ടെക്നിക്കാണ്. മെയിനായിട്ട് ഈ ഒരു ഫ്ലവർ പോലെയാണ് ഈ ഒരു ടെക്നിക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിംപ്ലിഫൈഡ് ആയിട്ട് ഒരു വരയ്ക്കാം. ഇങ്ങനെ ഫ്ലവർ പോലെയായിട്ടാണ് എന്തുണ്ടാവുക, ഈ ഒരു ഫ്ലവർ എക്സസൈസ് ഉണ്ടാവുന്നത്. മൊത്തം 7 ശാഖകൾ, 7 പെറ്റൽസ് ആണ് ഈ ഒരു ഫ്ലവർ എക്സസൈസ് ടെക്നിക്കിൽ വരിക. ഈ 7 ശാഖകളിൽ ഫസ്റ്റത്തെ ആ 7 ഇതകളിൽ നമുക്ക് ഓരോന്നും കറക്റ്റ് ഓർഡറിൽ പഠിക്കണം. ആദ്യത്തെ ഇതളാണ് നോളജ് സ്കിൽസ്. അതായത് നമുക്ക് എന്തിനാണ് നമ്മൾ ഗുഡ്, അല്ലെങ്കിൽ നമുക്ക് ഏതിലാണ് എത്രത്തോളം അറിവുള്ളത്, നമ്മുടെ സ്കില്ലുകളുള്ളത്, അതാണ് ആദ്യം ഡീൽ ചെയ്യുന്നത്. പിന്നെ ഇൻട്രസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ളത് എന്താ, നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് വരിക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്, അതൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തേത് പറയുന്നത് വാല്യൂസ് പറഞ്ഞാൽ നമ്മൾ ഏതിലാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും നമ്മൾ ആ കഴിവുകളിൽ ഏറ്റവും നന്നായിട്ട് കാണുന്നത് ഏതാണോ അത്. പിന്നെ പ്രിഫേർഡ് പീപ്പിൾ, അതായത് നമുക്ക് വർക്കിംഗ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റും കംഫർട്ടുമായിട്ടുള്ള ആ ഒരു പീപ്പിൾസിൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്ത് നമ്മൾ കൂടിച്ചേരാം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് കണ്ടീഷൻസ്, അഞ്ചാമത്തെ ഇതാണ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഈ ഒരു ഫ്ലവർ ആകൃതിയിൽ വരയ്ക്കുമ്പോൾ നമ്മളൊരു അഞ്ചാമത്തെ പെറ്റൽസിലാണ് നമ്മൾ എന്ത് വേണ്ടത്, വർക്കിംഗ് കണ്ടീഷൻസുകളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടത്. നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ പറയുന്നത് ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ വെർ യു വാണ്ട് ടു വർക്ക്, നമ്മൾ എവിടെ വർക്ക് ചെയ്യണം, ആ ഒരു പ്ലേസും അറ്റ്ലീസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്.
പിന്നെ ഫൈനലി പർപ്പസ് ഓർ ഗോള്. നമ്മൾ എന്തിനു വേണ്ടി ഇത്രയും സ്കില്ലുകൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം? നമ്മളൊരു ലക്ഷ്യം, ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിൻ നമ്മളൊരു വിഷനൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഇത്രയും 7 സ്കില്ലുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫ്ലവർ എക്സസൈസിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലവർ രീതിയിൽ ഇത് കാണാം. ആ രീതിയും എന്ത് ചെയ്യണം? നോക്കിയിട്ട് പഠിക്കണം. പിന്നെ നമുക്കതിൽ ഇനി നോക്കേണ്ട ഒരു ഏരിയയാണ് കവർ ലെറ്റർ എന്താണെന്നുള്ളത്. ഒരു ഇപ്പോൾ ഈ ഒരു ഫ്ലവർ എക്സസൈസ് മുഖേനയൊക്കെ ഒരുപാട് സ്കിൽസും ജോബൊക്കെ കിട്ടി. അപ്പോൾ നമുക്കിനി ഒരു നല്ലൊരു ജോബിന് അപ്ലൈ ചെയ്യണം, നല്ലൊരു രീതിയിൽ പ്ലേസ്ഡ് ആകണം, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ അതിൽ കവർ ലെറ്റർ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞു പോകണം. അപ്പോൾ കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ എ ഡോക്യുമെൻറ്റ് സെൻഡ് വിത്ത് യുവർ റെസ്യൂം ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ആൻ എംപ്ലോയർ. ഒരു എംപ്ലോയർ, നിങ്ങളുടെ സെൽഫ് ഒരു എംപ്ലോയർ ആണോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾക്ക് ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെൻറ്റ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ ആരാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ അയക്കുന്ന ഒന്നാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെൻ്റ് ആക്കിയതെന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. അതിൽ ഹൈലൈറ്റ്സ് ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മൾ ആ ഒരു ജോബിന് ഫിറ്റ് ആണോ, നമ്മുടെ ഒരു ഫിറ്റ്നസ് നമ്മൾ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കവർ ലെറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇനി അതിൻ്റെ കുറച്ച് സ്ട്രക്ചറായിട്ട് ഈ പറഞ്ഞൊരു 6 പോയിന്റ് പഠിക്കണം. ഒരു ഹെഡിങ് ഉണ്ടാവണം, നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ആ ഒരു ഹെഡറിൽ കൊടുക്കണം. ഗ്രീറ്റിങ്സ്, നമ്മൾ ആ HR-നെ അഡ്രസ്സ് ചെയ്തൊരു ഗ്രീറ്റിങ്സ്, ഹായ് സാർ മാഡം പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. പിന്നെ ഇൻട്രൊഡക്ഷൻ, ജോബ് ടൈറ്റിലിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ബോഡി, നമ്മുടെ എക്സ്പീരിയൻസ്, ആ ഒരു ബോഡിയിൽ മെയിനായിട്ട് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അവിടെ ഇൻവോൾവ് ചെയ്യണം. പിന്നെ ഫൈനലി ഒരു കൺക്ലൂഷൻസ് കൊടുത്തിട്ട് ഫൈനലി തന്നെ ഒരു സിഗ്നേച്ചർ, നെയിമും കോൺടാക്റ്റ് ഇൻഫർമേഷൻസും കൊടുത്തിട്ട് ഒരു സിഗ്നേച്ചർ മുഖേന നമ്മൾ ആ ഒരു കവർ ലെറ്റർ അവസാനിപ്പിക്കും. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ കവർ ലെറ്ററിൽ നിങ്ങൾക്ക് എക്സാമിന് ഒരു 3 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയ നിങ്ങൾ മറക്കാതെ കവർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാം. ജോബ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ഈ ഒരു കവർ ലെറ്റർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് കടക്കുന്നത്. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് കടക്കുമ്പോൾ എന്താണ് നമുക്ക് കുറച്ച് അറിയണം. അതായത് ഇറ്റ് കളക്ട്സ് ബേസിക് കാൻഡിഡേറ്റ് ഇൻഫോർമേഷൻ ടു ആക്സസ് സ്യൂട്ടബിലിറ്റി. നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം ഓരോ കാൻഡിഡേറ്റ്സിനെയും. അപ്പോൾ അതിൽ കുറച്ച് കീ കമ്പോണൻസുകൾ എന്തായാലും ആഡ് ചെയ്ത് പോകേണ്ടതാണ്. അതിൽ ഫസ്റ്റ് വരുന്ന ഒന്നാണ് പേഴ്സണൽ ഡീറ്റെയിൽസ്. ആ പേഴ്സൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും, എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരുന്നതായിരിക്കാം. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ആളുടെ PG അല്ലെങ്കിൽ ആളുടെ ക്വാളിഫിക്കേഷൻസ്, PhD, അങ്ങനെയുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കൂടിയും അവിടെ എന്ത് ചെയ്യണം? എഴുതി തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, 2 or 3, അങ്ങനെ ഓരോ എക്സ്പീരിയൻസ് എത്ര മുതൽ എത്ര ഇയറിൽ അവിടെ എത്ര ഏജിൽ ക്വാളിഫിക്കേഷൻസ് മുഖേന എക്സ്പീരിയൻസ് മെയിൻറ്റെയിൻ ചെയ്തു, അതെല്ലാം നോക്കി പോകണം. പിന്നെ ഡിക്ലറേഷനും ഒരു സിഗ്നേച്ചറും കൊടുക്കണം. നമുക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിലും റെസ്യൂംസൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടും നല്ല രീതിയിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രൊഫഷണലിസം, ഒരു ഫോർമൽ സ്റ്റാൻഡേർഡ് എന്തായാലും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കണം. ഇനി നമുക്ക് വേറെ നോക്കേണ്ട ഒരു ഏരിയയാണ് ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോംസുകൾ. ഇതും എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളൊരു ഏരിയയാണ് ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോംസുകൾ. ഓൺലൈൻ പോർട്ടൽസ് മേക്ക് ജോബ് സെർച്ചിങ് ഈസി ആൻഡ് ആക്സസബിൾ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഓൺലൈൻ പോർട്ടലുകൾ നമുക്കറിയാം, നമ്മുടെ ജോബ് അറിയാൻ വേണ്ടിയിട്ടും ജോബിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് ഇൻഫോർമേഷൻസ് കിട്ടാനൊക്കെ കുറച്ചും കൂടി ആക്സസബിൾ ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ഇനി പോപ്പുലർ പ്ലാറ്റ്ഫോംസുകൾ ഏതൊക്കെയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എക്സാമിന് ചോദിക്കാം. നമുക്കറിയാം ലിങ്ക്ഡിൻ, Naukri.com, ഇൻഡീഡ്, Glassdoor, മോൺസ്റ്റർ ഇന്ത്യ, അങ്ങനെ ഒരുപാട് ആപ്പുകൾ, Shine.com ഒക്കെ പോലെ ഒരുപാട് ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോംസുകൾ ഉണ്ട്. നമുക്ക് ജോബ് നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം മുഖേന ജോലി ഈസി ആയിട്ട് അവിടെ കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പം നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ട് ഇത്തരം പ്ലാറ്റ്ഫോംസിൽ
ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഒരു ജോബ് കിട്ടണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് മുഖേന നമ്മൾ കടന്നു പോകണം. സോ ഫസ്റ്റ് പറഞ്ഞ് ക്രിയേറ്റ് എ സ്ട്രോങ് പ്രൊഫൈൽ. ഒരു സ്ട്രോങ് പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ദെൻ യൂസ് റെലവൻറ്റ് കീവേഡ്സുകൾ, അതായത് ആ ജോബുമായിട്ട് കിട്ടുന്ന കുറച്ച് കീവേഡ്സുകൾ എന്തായാലും നിങ്ങൾ അവിടെ യൂസ്ഫുൾ ആയിരിക്കണം. പിന്നെ സ്റ്റേ ആക്റ്റീവ് ആൻഡ് അപ്ലൈ റെഗുലർലി. ആ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെപ്പോഴും ആക്റ്റീവായിട്ടും അതേപോലെ തന്നെ ഏത് വേക്കൻസീസ് കണ്ടാലും അതിനെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഹെൽപ്ഫുള്ളാക്കി മാറ്റണം. പിന്നെ കസ്റ്റമൈസ് ചെയ്യണം. ഓരോരോ നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്സ് ആയിട്ട് അറിയേണ്ട തിയററ്റിക്കൽ നോളജ്. നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ കിട്ടണമെങ്കിൽ എന്തായാലും നല്ലൊരു സ്ട്രോങ് പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു ഐഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പ്രാക്ടിക്കലായിട്ട് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. അതായത് എംപ്ലോയബിലിറ്റി സ്കിൽസ് കൂട്ടേണ്ട കുറച്ച് ടിപ്സുകളുണ്ട്. ആദ്യം വേണ്ടത് ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രസൻറ്റേഷൻ സ്കിൽസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി അതവിടെ ഡെവലപ്പ് ചെയ്ത് പോകണം. പ്രാക്ടീസ് ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ്. നല്ല രീതിയിൽ ടീം വർക്കും ലീഡർഷിപ്പൊക്കെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റണം. ലേൺ ദ മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിച്ച് ലൈഫിൽ എപ്പോഴും പഞ്ചുലാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ദെൻ അതേപോലെ തന്നെ ഗെയിൻ ടെക്നിക്കൽ ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് ആണ്. ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം DeepSeek, ChatGPT, ജെമിനി പോലെ ടെക്നിക്കൽ സ്കില്ലുകളും ഡിജിറ്റലി ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കമ്പ്യൂട്ടർ നോളജസൊക്കെ നന്നായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ബിൽഡ് എ പ്രൊഫഷണൽ ഓൺലൈൻ പ്രസൻസ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഓൺലൈൻ പ്രസൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോംസുകളായിരിക്കാം, അല്ലെങ്കിൽ നൗക്കറി, അങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടും അപ്ഡേറ്റ് സൈറ്റ്സും കുറച്ചുകൂടി ഫെമിലറൈസായി യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ എൻഗേജ് ഇൻ കണ്ടിന്യൂസ് ലേണിംഗ്. ലൈഫ് ലോങ് ലേണിംഗ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളവിടെ കൺസിഡർ ചെയ്ത് പോകണം. എപ്പോഴും ലേണിംഗ് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ലൈഫ് ലോങ് മുഴുവൻ എന്ത് ചെയ്യണം, ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്ത് പോയെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഒരു എംപ്ലോയബിലിറ്റി സ്കിൽസ് നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ആയിട്ട് എന്താ പറയുക, നമുക്ക് ആഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ വേർഡ്സുകളും നമുക്കറിയാം നമ്മുടെ ജോലിയിൽ നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്കൊരു ജോബ് കിട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചിട്ടായിരുന്നു. സോ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആർ ദ എസെൻഷ്യൽ ഫോർ കരിയർ സക്സസ്സിന് ഏറ്റവും സ്കിൽഫുള്ളായിട്ട് വരുന്ന ഒന്നായിരുന്നു നമ്മുടെ ഈ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലവർ എക്സസൈസ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ പേഴ്സണൽ സ്ട്രെങ്ത്ത്. നമ്മുടെ പേഴ്സണൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ നമുക്ക് ഫ്ലവർ എക്സസൈസുകൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കവർ ലെക്ചറും ജോബ് ആപ്ലിക്കേഷനും നമുക്ക് നമ്മുടെ കരിയർ ചാൻസുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകൾ വിത്ത് എക്സാമ്പിൾ സഹിതം ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു. പിന്നെ കണ്ടിന്യൂസ് ലേണിങ്ങും അതൊക്കെ നമ്മളെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്തു. അപ്പോൾ ഇത്രയും ഏരിയസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.